സ്വാമി ശരണം. മണ്ഡലകാലമായാൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തർ എല്ലാവരും തന്നെ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് സന്നിധാനത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെ പ്രശസ്ത ക്ഷേത്രങ്ങളിലെ ദർശന സമയമാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം രാവിലെ 5 മണിക്ക് നട തുറന്ന് 11 മണിക്ക് ക്ഷേത്രനട അടയ്ക്കും. ശേഷം വൈകിട്ട് 3:30 തുറക്കുന്ന നട 7 മണിക്ക് അടയ്ക്കും. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം രാവിലെ 3 മണിക്ക് നട തുറപ്പ്, ഉച്ചയ്ക്ക് 1 മണിക്ക് അടയ്ക്കും. വൈകിട്ട് 3 മണിക്ക് തുറക്കുന്ന നട രാത്രി 9 മണിക്കായിരിക്കും അടയ്ക്കുക. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം രാവിലെ 4:30 തുറന്ന് ഉച്ചയ്ക്ക് 12-നും വൈകിട്ട് 4:30 തുറന്ന് രാത്രി 8:30 നടയടയ്ക്കും. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 12-നും വൈകിട്ട് 4:30 തുറക്കുന്ന നട രാത്രി 8-നും അടയ്ക്കും. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം രാവിലെ 3:30 തുറക്കുന്ന നട ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 4 മണിക്ക് തുറക്കുന്ന നട രാത്രി 8 മണിക്കും അടയ്ക്കും. ചോറ്റാനിക്കര കീഴ്ക്കാവ് ഗുരുതിയുള്ളത് രാത്രി 8:30 വൈക്കം മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് 5 മണിക്ക് തുറന്ന് രാത്രി 8 മണിക്ക് നടയടയ്ക്കും. കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അടയ്ക്കുന്ന നട വൈകിട്ട് 5 മണിക്ക് തുറന്ന് രാത്രി 8 മണിക്ക് നടയടയ്ക്കും. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം രാവിലെ 4:30 തുറന്ന് ഉച്ചയ്ക്ക് 12:30 നടയടയ്ക്കും. വൈകിട്ട് 4:30 തുറന്ന് രാത്രി 8 മണിയോടുകൂടി നടയടയ്ക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 5 മണിക്ക് തുറക്കുന്ന നട രാത്രി 8 മണിക്കും അടയ്ക്കും. തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വത്തിൻ്റെതാണ്. രാവിലെ 4 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 11 മണിക്കും വൈകുന്നേരം 5 മണിക്ക് തുറക്കുന്ന നട രാത്രി 8 മണിക്കും അടയ്ക്കും. കിടങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം നട തുറപ്പ് രാവിലെ 5 മണിക്ക് 11:30 നടയടയ്ക്കും. ശേഷം വൈകിട്ട് 5 മണിക്ക് തുറന്ന് 8 മണിക്ക് നടയടയ്ക്കും. കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറന്ന് 12 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 4 മണിക്ക് തുറന്ന് 8 മണിക്ക് നടയടയ്ക്കും. എരുമേലി ശാസ്താ ക്ഷേത്രവും രാവിലെ 4 മണിക്ക് തുറന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടയടയ്ക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിക്ക് തുറന്ന് രാത്രി 8 മണിക്ക് നടയടയ്ക്കും. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം രാവിലെ 4 മണിക്ക് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 12 മണിക്ക് അടയ്ക്കും. വൈകിട്ട് വീണ്ടും 4 മണിക്ക് തുറന്ന് രാത്രി 8 മണിക്ക് നടയടയ്ക്കും. പമ്പ ഗണപതി ക്ഷേത്രം രാവിലെ 3 മണിക്ക് തുറന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. ശേഷം വൈകിട്ട് 4 മണിക്ക് തുറന്ന് രാത്രി 11 മണിക്കാണ് നട അടയ്ക്കുക. ഇനി ശബരിമല സന്നിധാനത്തെ പൂജാ സമയങ്ങൾ നമുക്ക് നോക്കാം. രാവിലെ 3:20-നും 11:30-നും ഇടയ്ക്ക് നെയ്യഭിഷേകം. ഹരിവരാസനം രാത്രി 10:50. ഇനി നമുക്ക് നിലയ്ക്കൽ പമ്പ KSRTC നിരക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം. ഓർഡിനറി ബസ്സിന് 40 രൂപയും AC ലോ ഫ്ലോറിന് 90 രൂപയുമാണ്. ഇലക്ട്രിക് ബസ്സിന് 100 രൂപയാണ് ഈടാക്കുന്നത്. വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ പമ്പ നടപ്പന്തലിൽ ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിലാണ് പ്രവർത്തിക്കുന്നത്. മിനറൽ വാട്ടർ ബോട്ടിലുകൾ അവിടെ ലഭ്യമല്ല. ചുക്കുവെള്ള കൗണ്ടറിൽ നിന്നും വെള്ളം ശേഖരിക്കാനുള്ള കുപ്പി നിങ്ങൾ കയ്യിൽ കരുതുക. പ്ലാസ്റ്റിക് പരമാവധി ഒഴിവാക്കി പുണ്യം പൂങ്കാവനം പദ്ധതിയോട് എല്ലാ അയ്യപ്പ ഭക്തരും സഹകരിക്കുക. മെഡിക്കൽ സെന്ററുകൾ 24 മണിക്കൂറും സജ്ജമാണ്. ഉരക്കുഴി തീർത്ഥത്തിലേക്ക് പ്രവേശനം വന്യമൃഗ ശല്യം കാരണം 4 മണി വരെ മാത്രം ആയിരിക്കും. ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പമ്പയിലും സൗജന്യ അന്നദാനങ്ങളുണ്ട്. സന്നിധാനത്ത് മാളികപ്പുറം ക്ഷേത്രത്തിന് പിറകിലായി വലിയ അന്നദാന മണ്ഡപമുണ്ട്. വിരിവയ്ക്കാനുള്ള സൗകര്യം അവിടെ ലഭ്യമാണ്. അയ്യപ്പന്മാർ എരുമേലി ബാവർപള്ളി പോലുള്ള ശവകുടീരങ്ങൾ സന്ദർശിച്ച് വ്രതം മുടക്കി സന്നിധാനത്ത് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലൊരു തീർത്ഥാടന കാലം ആശംസിക്കുന്നു. സ്വാമി ശരണം.